തക്കാളി കിലോ 8 രൂപ, സവോള കിലോ 15 രൂപ. എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ചപ്പാത്തി എങ്കിലും കിട്ടിയല്ലോ. അവന്റെ അച്ഛൻ അതുപോലും തന്നില്ല. ഒരു സാഡിസ്റ്റ് ഹിറ്റ്ലർ. ആ, നിന്റെ അമ്മ മദർ തെരേസ നന്നായിട്ട് തന്നല്ലോ സോറിയാസിസ് ചപ്പാത്തി. നോക്ക്, എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ കൊന്നുകളെ ഞാൻ. എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? വിശന്ന് ജീവൻ പോകുന്നു, പുറത്തു പോയി കഴിക്കാൻ വാ. കാശാര് കൊടുക്കും, മദർ തെരേസയോ? അടിച്ചു തിന്നല്ലോ. നോക്ക് പാരി, നിക്ക്. വല്ലതും കഴിക്കാൻ കാശിന്റെ ആവശ്യമില്ലടാ, കവറുണ്ടേ മതിടാ. ദേ അങ്ങോട്ട് നോക്ക്. ആ നമസ്കാരം നമസ്കാരം നമസ്കാരം. ആ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? പുറകെ നിൽക്കുന്ന കണ്ടില്ലേ? ആരാ ചെയ്ത്? ആ ഞാനിവിടെ ഉണ്ട്. എടാ എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. കഴിക്കുന്നതിന് മുമ്പ് തന്നെ ടോയ്ലറ്റിൽ പോകേണ്ടി വരും. ചുമ്മാ മച്ചു, ബൊഫയിലുള്ള എല്ലാ ഐറ്റവും ഇന്ന് അടിച്ച് തീർക്കണം. വയറ് പൊട്ടി ചാകൂടാ മോനെ. ഇടയ്ക്കിടയ്ക്ക് പോയി ഡൗൺലോഡ് ചെയ്ത കാര്യങ്ങൾ തീർന്നില്ലടാ. റിയ, what the hell is this? എന്തിനാ ഈ മുത്തശ്ശീന്റെ വാച്ചൊക്കെ കെട്ടിയിരിക്കുന്നേ? കാണുന്നവര് എന്ത് വിചാരിക്കും? രാകേഷിന്റെ ഫിനാൻസേ ഡോക്ടർ ആവാൻ പോകുന്നവൾ 200 രൂപയുടെ വാച്ച് കട്ടി പറഞ്ഞിട്ട് കളിയാക്കി സംസാരിച്ച എന്ത് ചെയ്യും? ഊരി കള. ഹായ് ഹാൻസം. ഹായ് ആന്റി. ഡിഡ് യു നോട്ടീസ് സംതിങ്? റൂബീസ് മാൻഡലൈനിൽ വാങ്ങിയതാ. മാൻഡലൈൻ. Yeah. Wow. ലെറ്റ്സ് ഗോ മീറ്റ് ഡേവിഡ്. Sure. എക്സ്ക്യൂസ് മീ. യാ. പൂസ്. ആ ഗ്ലാസ് ഒന്നിങ്ങി തരൂ. എന്തിന്? ഒരു പക്ഷെ ഇതെടുത്ത് എന്റെ തലക്ക് അടിച്ചെങ്കിലോ? ഞാൻ എന്തിനാ നിങ്ങൾ അടിക്കാൻ പോന്നെ? അല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രീ അഡ്വൈസ് തരാൻ ഉദ്ദേശിക്കുന്നു. വാട്ട്? ആ കഴുതയെ കല്യാണം കഴിക്കരുത്. എക്സ്ക്യൂസ് മീ. അവൻ മനുഷ്യനല്ല, പിശാചാ. ലിസൺ. അവനെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ബ്രാൻഡ്സ് ഉണ്ടാകും, അതിന്റെ പ്രൈസ് ലിസ്റ്റ് ഉണ്ടാവും, എന്നാൽ ലൈഫ് ഉണ്ടാവില്ല. Hello. ഞാൻ വേണമെങ്കിൽ ഡെമോ കാണിച്ചു തരട്ടെ നിങ്ങളെ. അവന്റെ ഷൂവിന്റെ വില എന്താണെന്ന് അറിയാമോ? ഞാൻ ചോദിക്കില്ല, അവൻ തന്നെ പറഞ്ഞോളൂ. പ്ലീസ് ജസ്റ്റ് വാച്ച്. I like only brands and all. In this world, I usually wear only brands and brands. I like wearing brands, nothing for. Oh shit! Oh, you fool! എന്റെ $300 ഷൂവിന് ചട്നി വെച്ചിട്ട് പോകുന്നത് കണ്ടില്ലേ? Oh my shoe, $300 ഷൂ. Oh auntie, no. കണ്ടില്ലേ, എസ്കേപ്പ് ആവാൻ നോക്കിയോ? ഞാൻ പറഞ്ഞ പോലെ അല്ലേ, വേണമെങ്കിൽ അനുസരിക്കും, നിങ്ങളുടെ ഇഷ്ടം. Oh my god, what is this? I can't bear this. Yes. അച്ഛാ, അവരൊക്കെ അച്ഛൻ വിളിച്ച് വന്നതാണോ? തള്ളിയിടാടാ. അവരെന്റെ സ്റ്റുഡൻസ് ആണല്ലോ. ഇവിടെ എന്താ ചെയ്യുന്നേ? 1 second. ഹായ്. ഹേയ്, നിങ്ങളിൽ കൂടെ ഞാൻ എല്ലാം മനസ്സിലാക്കി. താങ്ക് യു സോ മച്ച്. ഇതിലെന്താ ഉള്ളേ? വന്ന വഴിക്ക് ഒരു സോഷ്യൽ സർവീസ്, അത്രേ ഉള്ളൂ. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു സോഷ്യൽ സർവീസ് കൂടെ ചെയ്തു തരാമോ? തീർച്ചയായിട്ടും. എന്താ ചെയ്യണ്ടേ? എന്റെ അച്ഛനാണെങ്കിൽ രാകേഷിനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് വാശിയില്ല. ഓ, നിങ്ങൾ എത്ര വ്യക്തമാക്കി എനിക്ക് പറഞ്ഞു തരുന്നു. എന്റെ അച്ഛന് ഇതുപോലെ ഒരു ഡെമോ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇയാള് വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. അവന്റെ ജെട്ടിയുടെ വില അവനെ കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. എടാ കുട്ട, ആ ചമ്മന്തി എടുത്തേ. യു ആർ സോ സ്വീറ്റ്. കുട്ടിയുടെ അച്ഛനെവിടെയാ ഉള്ളേ? നിങ്ങളുടെ പുറകിൽ തന്നെയുണ്ട്. ഓ, കണ്ടല്ലോ, സ്ഥലം വിട്ടോ. ഫ്രീ അഡ്വൈസ് വേണമെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ എനിക്കെന്താ. ഇവിടെ എന്താ കാര്യം? സാർ, കല്യാണ പെണ്ണിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാ. എന്റെ കയ്യിൽ തന്നോളൂ. കല്യാണ പെണ്ണ് എന്റെ ചേച്ചിയാ. ചേച്ചിയോ? എനിക്കിപ്പോ ടോയ്ലറ്റിൽ പോവാൻ തോന്നുന്നു. സാർ, നിങ്ങൾക്ക് എത്ര പെൺകുട്ടികളാ സാർ? എംപ്റ്റി. ഈ ഗിഫ്റ്റ് പാക്കിൽ ഒന്നും തന്നെ ഇല്ല. വെച്ചില്ലേ 1000 രൂപ? അത് എവിടെ പോടാ? അല്ല, ഞങ്ങൾ ആരും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ. ചെറുക്കന്റെ വീട്ടുകാരാണോ? ഇല്ല സാർ, ഞങ്ങൾ ആക്ച്വലി സയൻസ്. എങ്ങനെ? ഡാഡ്, ഇദ്ദേഹം എല്ലാം മനോഹരമായി മനസ്സിലാക്കി തരും. അച്ഛനൊരു ഡെമോ കാണിക്ക് പ്ലീസ്. സാർ, സാറിന് അറിയാവുന്നതാണ്, നമ്മുടെ സിറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് കട്ടാകും. അതുകൊണ്ട് കല്യാണം നടത്തുന്നവര് എന്തും വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ സാർ? അതുകൊണ്ട് കല്യാണത്തിന് വന്നിരിക്കുന്നവരുടെ കാറിന്റെ ബാറ്ററിയിൽ നിന്നും കറണ്ട് എടുക്കുന്ന ഒരു രീതി, ഒരു ഇൻവെർട്ടർ തയ്യാറാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സാർ.
ഓഹോ, വാവ്, ഇൻവെർട്ടർ ഉണ്ടാക്കി കഴിഞ്ഞു. അത് ഡിസൈൻ റെഡിയാണ് സാർ. ഡിസൈൻ തന്നല്ലോ. എവിടെയാടാ ഡിസൈൻ? അത് ഞാൻ സെന്തിലിന്റെ നേരത്തെ കൊടുത്തല്ലോ. എടാ ഡിസൈൻ സാർ, ഡിസൈൻ വിട്ടേക്ക് സാർ. സാറിന്റെ ഗസ്റ്റ് വന്നിരിക്കുന്ന കാറിന്റെ താക്കോല് തരൂ സാർ. ഞാനിപ്പോ ഇവിടെ തന്നെ ഒരു ഇൻവെർട്ടർ റെഡിയാക്കാം. നിനക്ക് കഥ ഉണ്ടാക്കാനേ കഴിയൂ, ഇൻവെർട്ടർ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സാർ എന്നെ ഒന്ന് വിശ്വസിക്കുക, എന്നെ കൊണ്ട് കഴിയും സാർ. അത് മാത്രമല്ല, സാറിന്റെ മകളുടെ കല്യാണത്തിന് കണ്ടുപിടിച്ചത് കൊണ്ട് അതിന് സാറിന്റെ പേര് തന്നെ ഇടാൻ ഉദ്ദേശിക്കുകയാണ്. അത് വൈറസ് ഇൻവെർട്ടർ. എങ്ങനെയുണ്ട് സാർ? അച്ഛന്റെ പേര് വൈറസ് ആണോ? പറഞ്ഞില്ലല്ലോ. സെന്തിൽ, വെങ്കട്ട്, നാളെ രണ്ടുപേരും ലഞ്ച് ടൈമില് എന്റെ ഓഫീസിൽ വരണം. സാറേ സോറി, ഒരു പ്ലേറ്റിന് എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു തരാം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. ഇനി ഞങ്ങൾ ഒരു കല്യാണത്തിന് പോകത്തില്ല സാറേ. സാർ എന്റെ കല്യാണത്തിന് പോലും ഞാനിനി പോവില്ല. ഞാൻ കല്യാണം കഴിക്കത്തില്ല സാറേ. നിങ്ങളുടെ അച്ഛനും അമ്മയും പോലും കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. രണ്ട് മരമണ്ടന്മാരുടെ എണ്ണം ലോകത്ത് കുറഞ്ഞേനെ. നമുക്ക് ട്യൂഷൻ എടുക്കാൻ പോവാണോ? ഇവിടെ ശ്രദ്ധിക്കേ, അല്ല ഇതെന്താടാ പിന്നെ മുട്ടയാണല്ലോ. ഇത് നിങ്ങളുടെ ഫ്രണ്ട് പഞ്ചവൻ പാരിവേന്ദ്രന്റെ അച്ഛന്റെ മാസ വരുമാനമാണ്. 2.5 കോടി. 1 സൈഫർ, 2 സൈഫർ, 3 സൈഫർ എടുത്താ ഇത് വെങ്കട്ട്, നിന്റെ അച്ഛന്റെ 1 മാസത്തെ ശമ്പളം. 1 സൈഫറും കൂടെ മായ്ച്ച ഇത് നിന്റെ കുടുംബത്തിന്റെ തന്നെ മാസ വരുമാനമാണ്. സെന്തിൽ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഇതിലും ഭംഗിയായി പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. നേരാം വണ്ണം പഠിച്ച് പാസ്സാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ശ്രീവത്സന്റെ റൂമിൽ പോയി താമസിക്കും. പാരിവേന്ദ്രന്റെ കൂടെ ചേർന്ന നാറിപ്പോവും. മക്കളെ സേവ് ചെയ്യുന്നു? ഇല്ല സാർ. Then get lost. ഇതിനാണ് പെരിഞ്ചാഴിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. വൈറസ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ നോക്കുന്നു. നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ടടാ. പേടിച്ചല്ലേ പറ്റൂ, അയാളല്ലേ നമുക്ക് മാർക്ക് ഇടുന്നത്. നല്ല മാർക്ക് കിട്ടിയില്ലേ നല്ല ജോലിയും കിട്ടില്ല. നിന്നെ പോലെ ഞങ്ങൾ അത്ര വലിയ പണക്കാരൊന്നുമല്ല, ഭാവിയെ കുറിച്ച് ഓർത്ത് പേടിക്കാതിരിക്കാൻ. എടാ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ അവൻ പറയുന്നല്ലേ നമ്മൾ കേൾക്കണമെന്നാണോ? ഓളീസ് വെൽ, ഓളീസ് വെൽ. നീ വേണേ അവന്റെ പുറകെ പൊക്കോ, എന്നെ കൊണ്ട് വരില്ല. എടാ നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു. അല്ല, ലിമിറ്റോട് ഇരിക്കണമെന്നാ പറയുന്നത്. എന്റെ കുടുംബം എന്നെ വിശ്വസിച്ചായിരിക്കുന്നത്. അമ്മയുടെ പെൻഷൻ കാശ് അച്ഛന്റെ മരുന്നിന് പോലും തികയുന്നില്ല. 50 പവൻ കൊടുത്തില്ലെങ്കിൽ എന്റെ ചേച്ചിയുടെ കല്യാണം പോലും നടക്കില്ല. എന്റെ അമ്മ ഒരു നല്ല സാരി ഉടുത്തിട്ട് 5 കൊല്ലമായി, നിനക്കറിയൂ? മദർ തെരേസ ജീവിതകാലം മുഴുവനും വെള്ളസാരിയല്ലേ ഉടുത്തോണ്ടിരുന്നത്. എന്റെ കുടുംബത്തിന്റെ പ്രയാസം നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നല്ലേ? ഡാ പറയുന്ന കേക്ക്, നമ്മൾ പഠിക്കുന്നത് എന്തിനാ? പാസ്സാകാൻ വേണ്ടി തന്നെയാ. എന്നും പറഞ്ഞു മാർക്ക് കിട്ടാൻ വേണ്ടിയും ജോലി കിട്ടാൻ വേണ്ടിയും മാത്രം പഠിക്കരുത്. ചിന്തിക്കാനും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിജയത്തിന്റെ പുറകെ ഓടരുത്. നിനക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കുക, എന്നിട്ട് അതിൽ നിന്റെ കഴിവ് കാണിക്കുക. നല്ലവണ്ണം കഷ്ടപ്പെട്ടേ പറ്റൂ. വിജയം നിന്നെ തേടി വരുമെന്നൊരു മഹാസ്വാമി പറഞ്ഞിട്ടുണ്ട്. ഏത് സമയാ പറഞ്ഞത്? പാര്യാനത്തെ സമയം അല്ലേ? ഉപദേശിക്കുവാണോ? ഏയ് സെന്തിൽ, ടെൻഷൻ അടിക്കണ്ട, നമ്മളെല്ലാം പാസ്സാകും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇന്നാ ഇത് മൊത്തം തിരിച്ചു കയറ്റ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ് നടക്കുക. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ ഇന്ത്യ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ അടുത്ത് കുടുങ്ങിയതുപോലെ സെന്തില് ഞങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് പോയി ശ്രീവത്സന്റെ അടുത്ത് കുടുങ്ങി. ശ്രീവത്സനെ ഞങ്ങൾ സൈലൻസർ എന്നാ വിളിക്കാറുള്ളത്. എന്താന്ന് വെച്ചാ ഓർമ്മശക്തി കൂട്ടാനായിട്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു മരുന്ന് കഴിക്കും. അതെന്താന്നറിയില്ല, അത് കഴിച്ചിട്ട് അവൻ സൈലന്റിൽ ഒരു ബോംബിടും. ആ സ്മെല്ല് സഹിക്കാൻ പറ്റില്ല. I didn't do it. സെന്തിൽ, നിന്റെ വേലയല്ലേ ഇത്? സൈലൻസർ ഒരു ദിവസം 18 മണിക്കൂർ ഇരുന്ന് പഠിത്തം തന്നെയാണ്. പരീക്ഷയുടെ തലേ ദിവസം മറ്റുള്ളവർ നന്നായിട്ട് പഠിക്കുമെന്ന് കരുതി അവരുടെ ശ്രദ്ധയെല്ലാം തിരിക്കും.
അവൻ എക്സാമിൽ ഒന്നാമത് വരാനായിട്ട് 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, അവൻ നന്നായി പഠിച്ച് മാർക്ക് വാങ്ങുന്നത്. 2, മറ്റുള്ളവർ പഠിക്കുന്നത് തടയുന്നത്. സൈലൻസറിന്റെ കുശുമ്പ് നിർത്താനും സെന്തിലിനെ രക്ഷിക്കാനും പാരി ഒരു പ്ലാൻ ഇട്ടു. നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ പഠിപ്പിക്കുന്നതിൽ ബഹുമിടുക്കനാണ്. പഠിപ്പിക്കുന്നതെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പറയൂ. അർത്ഥത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ മനപ്പാടാക്കിക്കോളാം. ഒന്ന് വേഗം പറ. ഞാൻ പറയാം. ആ വർഷം ടീച്ചേഴ്സ് ഡേ ഫംഗ്ഷന് ശ്രീവത്സനായിരുന്നു സ്വാഗത പ്രസംഗം. വൈറസിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് ലൈബ്രറി ബോസിനോട് മലയാളത്തിൽ ഒരു സ്പീച്ച് എഴുതി കൊടുക്കാൻ പറഞ്ഞു. തന്നുടെ ജീവിതകാലത്തിൽ ഹലോ. എങ്ങനെയാണ് ഇത്രയും പിള്ളേരെ ശ്രീവത്സൻ. പഠിപ്പിക്കുക എന്നത് നിനക്ക് ഫോൺ. ബോസ് സാർ, എന്താ? ഒരു പ്രിന്റ് ഔട്ട് എടുത്തു നോക്കേ, ഞാൻ ഇപ്പൊ വരാം. ഓ, എന്താ വല്ലാത്തൊരു ദുർഗന്ധമാണല്ലോ ഇത്. ബോസ് സാർ, എന്താ? ഇപ്പോഴാണ് പ്രിൻസിപ്പൽ സാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അതെയോ? ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് ശ്രീവത്സന്റെ അടുത്ത് കൊടുത്തേക്ക്. ഹലോ. യെസ് ഞാൻ കമ്മീഷണറാണ് വിളിക്കുന്നത്. സാർ. സാർ. ആർ യു ശ്രീവത്സൻ ഫ്രം കാലിഫോർണിയ? യെസ് സാർ, യു ആർ റൈറ്റ്. നിന്നെ കുറിച്ച് എനിക്കിപ്പോൾ പല റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ഹോസ്റ്റൽ റൂമിൽ ബോംബുകളെല്ലാം പതുക്കി വെച്ചിട്ടുണ്ടെന്നും ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. ബോംബ് വെച്ചിരിക്കുന്നോ? അതാ പറഞ്ഞത്, ബോംബ്. അതും ശബ്ദമില്ലാതെ പൊട്ടു എന്ന് പറഞ്ഞല്ലോ. നോ സാർ, ഐ കാൻ. അഭിനയിക്കരുത്. നിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വേണ്ടതുപോലെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു വന്നു. നോ സാർ, ഇറ്റ് വിൽ പെയിൻ സാർ. സൈലൻസറിന്റെ ശ്രദ്ധ മാറ്റിയിട്ട് പാരി അവന്റെ സ്പീച്ചിലെ കുറച്ച് വേർഡ്സ് മാത്രം മാറ്റി. അതായത് ആ മാറ്റിയ വാക്കുകളാണ് ഏറ്റവും പ്രധാനം. എക്സ്ക്യൂസ് മീ സാർ, എന്നെ വിളിച്ചായിരുന്നു സാർ. ആരാ നീ? ബോസ് ലൈബ്രറിയിലെ ഞാൻ പെർമനന്റ് സ്റ്റാഫാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ, സാറിന് നിന്നോട് സംസാരിക്കണമെന്ന്. സാർ. എന്താടോ, താനൊരു മനുഷ്യ ബോംബാന്ന് കേട്ടല്ലോടോ. ഇന്റലിജൻസിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഏത് റോങ് ഇൻഫർമേഷനാ? സാർ വേണമെങ്കിൽ എന്റെ റൂം ഒന്ന് പരിശോധിച്ചോ സാറേ. അത് ഹോസ്റ്റൽ റൂമിൽ ഇല്ലാന്ന് എനിക്കറിയാം. അത് പുറകിൽ മറച്ചു വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമടാ. കണ്ണു കാണാത്ത സ്ഥലത്ത് നീ ബോംബിടുന്നവനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചന്ദ്രനിൽ വരെ ചായ വെക്കുവിടാ. ഞാൻ ദിസ് ഈസ് എ ഇമ്പോർട്ടന്റ് വെരി വെരി കേസ് ഇൻ ദ സിറ്റി. അതിപ്പോ CBIക്ക് കൈമാറിയിരിക്കുക. ഈ കേസ് കഴിയുന്നത് വരെ ഈ കോളേജ് വിട്ട് ഒരു അടി പോലും നീ എവിടേക്കും പോകാൻ പാടില്ല. സാർ വേറെ ആരോ ആണെന്ന് കരുതി. സൈലൻസർ, ബോസ് സാർ ഇത് തരാൻ പറഞ്ഞു. Don't call me that. You bari buri ko. Oh, cheating fellow. അയ്യോ. പ്രിൻസിപ്പാൾ എന്നെ വിളിച്ചില്ലല്ലോ. നിങ്ങളുടെ പേര് പറഞ്ഞു എന്നല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞോ? സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? നിന്നെയൊക്കെ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്കും അധ്യാപകന്മാർക്കും എന്റെ സ്നേഹമുള്ള സഹപാഠികൾക്കും എന്റെ വിനീതമായ കൂപ്പുകൈ. കഴിഞ്ഞ ആഴ്ച ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രശസ്തിയായ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പട്ടികയിൽ നമ്മുടെ കോളേജ് ഇന്ത്യയിൽ 7ാം സ്ഥാനത്തും കേരളത്തിൽ 1ാം സ്ഥാനത്തും നിൽക്കുന്നു. ഈ പ്രശസ്തിക്ക് ഒരാൾ മാത്രമാണ് കാരണക്കാരൻ. അദ്ദേഹമാണ് നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ മിസ്റ്റർ വിശ്വനാഥൻ അവർകൾ. സാറേ, വർത്തമാനം മാത്രം അവന്റേത്, ഭാഷയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാ. കഴിഞ്ഞ 32 വർഷങ്ങളായി ഈ കോളേജിൽ പല വിദ്യാർത്ഥിനികൾ ഇദ്ദേഹം കാരണം പീഡനത്തിന് പലപ്പോഴും ഇടയായിട്ടുണ്ട്. വിദ്യാഭ്യാസം എന്നുള്ളത് പീഡനം ഞാനാണ് ആക്കിയത്. ഇനിയും ധാരാളം പേർ ഇദ്ദേഹത്തിന്റെ പീഡനത്തിന് ഇരയാകേണ്ടി വരും. എനിക്കൊരാശ്ചര്യം, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്രയും പേരെ പീഡിപ്പിക്കുവാൻ സാധിക്കുന്നത്?
തന്റെ ചെറുപ്പകാലം മുതൽ അശ്ലീല ചിത്രങ്ങൾ വായിച്ച് വേണ്ടാത്ത പ്രക്രിയകൾ കാണിച്ചു കൂട്ടി തന്നെ ഇതിനു വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. നാം ഏവരും അദ്ദേഹത്തിന്റെ പാത പിന്തുടരണം. ഇന്നിവിടെ വിദ്യാർത്ഥികളായിരിക്കുന്ന നാം നാളെ നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഇദ്ദേഹത്തെ പോലെ പീഡിപ്പിക്കുന്നവനാകണമെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം. അയ്യോ, അത് എന്റെ തെറ്റല്ല സാർ. എന്റെ കാര്യം IEC വിദ്യാർത്ഥികളെ പോലെ ലോകത്തിൽ ഒരു വിദ്യാർത്ഥികൾക്കും പീഡിപ്പിക്കുവാൻ കഴിയില്ലെന്നുള്ള കാര്യം നമ്മൾ തെളിയിച്ചു കാണിക്കണം. ശ്രീവത്സൻ, ആ അഭിമാനം നമ്മുടെ പീഡനാചാര്യൻ, നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ശ്രീ വിശ്വനാഥ് അവർക്ക് മാത്രമുള്ളതാണ്. പീഡന രാജാവ് ശ്രീ വിശ്വനാഥൻ സാർ, ശക്തമായി ഉച്ചത്തിൽ പറ. ഇനിയും ശക്തമായി. അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി കാമദേവൻ. കാമെന്ന് വെച്ചാ സെക്സ് അല്ലടി. കാമമാണ് ഇദ്ദേഹത്തിന്റെ ശ്വാസം തന്നെ. കണ്ടില്ലടാ ഞാൻ കൊടുത്ത പണി എങ്ങനെയുണ്ട്? കാമത്തിന് വേണ്ടി എന്തും ത്യജിക്കുവാൻ തയ്യാറാണ് അദ്ദേഹം. പീഡന കേസും ഒരു കാമനയിലെയും. അയ്യോ, പെണ്ണുങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. മണ്ട. എന്താ വിശ്വനാഥൻ ഇവനിങ്ങനെ വൃത്തിയോട് പറയുന്നത്? കാമദേവൻ അവറുകളെ, അങ്ങയുടെ ലീലാവിലാസങ്ങൾ ഞങ്ങളുടെ പീഡന രാജാവ് ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അയ്യോ, നിങ്ങളുടെ ഇത്രയധികം പ്രശസ്തിക്ക് കാരണക്കാരൻ തന്നെ അദ്ദേഹമാണ്. എന്താ 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 ഇവനീ പറയുന്നത്? അതിവേഗത്തിൽ തന്നെ ലോകമെന്നും പരക്കെ നിങ്ങളുടെ പ്രശസ്തിയെയും പീഡിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്താ ഇത്? എന്നെ കളിയാക്കാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ഇന്ന് അധ്യാപക ദിനമാണ്. അധ്യാപക ജോലി എന്ന് പറയുന്നത് അർപ്പണമാണ്. അതിനെ ഞാനും വണങ്ങുകയാണ്. എന്ന് സ്വന്തം ജീവിതം നമുക്കായി അർപ്പിച്ചു തന്ന അധ്യാപകർക്ക് നാം നമ്മുടെ കീഴ്ശ്വാസം വിട്ട് കാണിക്കേണ്ട സമയമാണിത്. ഇവൻ മെടുക്കനാണല്ലോ. കീഴ്ശ്വാസം വിട്ട് എങ്ങനെ കാണിക്കും? എക്സ്പേർട്ടാ സംസാരിക്കുന്ന കേക്ക്. കീഴ്ശ്വാസം 4 തരത്തിലാണ് അറിയപ്പെടുന്നത്. ഡും ഡം ഡുഡും ടിൻ ടറട്ടഡും ഡും. ആശ്വാസം, കുയ്യാക്കാരം, അല്പഘോഷം. എന്താ ഇവനീ പറയുന്നത്? ദുസ്വാകാരം, മഹാഘോഷം. നിശബ്ദം, പ്രാണസങ്കടം. അർത്ഥം മനസ്സിലാക്കാതെ ചെയ്താലേ എല്ലാം ഇങ്ങനെ തന്നെ വരൂ. നീ അടിക്കുന്ന കോപ്പി ഉണ്ടല്ലോ, ചിലപ്പോ 4 വർഷം വരെ നിന്നെ രക്ഷിക്കും. എന്നാ അടുത്ത 40 വർഷം വരെ നീ പീഡനത്തിന് ഇരയാകേണ്ടി വരും മോനെ. ഇവനെന്താ? എന്ത് നല്ല കവിതയായിരുന്നു കവിത. അവനെ കൊണ്ട് മാത്രമേ ഇത് പറ്റൂ. അവന്റെ കഥ കഴിഞ്ഞത് തന്നെ. എടാ യൂസ്ലെസ്, എന്നോട് എന്തിനാണ് ഈ ചതി ചെയ്ത്? നിന്നോടൊക്കെ ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാടാ? സോറി ബോസ്, അത് സീരിയസ് ആയിട്ട് നീ കണക്കാക്കണ്ട. ഞാൻ അങ്ങനെ കണക്കാക്കൂ. ഏയ്, ഈ സംഭവം എനിക്ക് മരിച്ചാലും മറക്കാൻ കഴിയില്ലടാ. ഐ തിങ്ക് ഓഫ് ഈച്ച് എവറി മിനിറ്റ്, എവറി സെക്കൻഡ് ഓഫ് മൈ ലൈഫ് ടൈം. വിട്ടുകളയുന്നേ, ഇതൊക്കെ ഇത്ര സീരിയസ് ആക്കേണ്ട ആവശ്യമുണ്ടോ? കോപ്പി അടിച്ച എന്താകുമെന്ന് സെന്തിലിനെ ഞാനൊരു ഡെമോ കാണിച്ചതാ. എന്താണെങ്കിലും മനസ്സിലാക്കി പഠിക്കണം. സയൻസ് എൻജോയ് ചെയ്ത് പഠിക്കണം. ഞാനിവിടെ സയൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നവനല്ല. പിന്നെ നീ എന്താ മലമറിക്കാൻ വേണ്ടി വന്നാണോ? അവന്റെ ഒരു ബോംബ്. ചിരിച്ചോടാ, ഞാൻ പഠിക്കുന്ന മെത്തേഡ് കണ്ട് നല്ലോണം ചിരിച്ചോടാ. എന്നാൽ ഇതേ മെത്തേഡ്സ് വെച്ച് ഒരിക്കൽ ഞാൻ സക്സസ്ഫുൾ ആക്കി കാണിക്കോടാ. അന്ന് ഞാൻ നിന്ന് ചിരിക്കും, നിങ്ങളെ കരയോടാ. നീ തെറ്റായ ട്രാക്കിലാണ് യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ കറക്റ്റായ ട്രാക്കിലൂടെയാണോ പോകുന്നത്? നീ വേറെ ട്രെയിൻ, ഞാൻ വേറെ ട്രെയിൻ. ആരാണ് ആദ്യം വിജയിക്കുന്നതെന്ന് കണ്ടറിയാവടാ. 10 വർഷം കഴിഞ്ഞ് ഇതേ ദിവസം ഇതേ സ്റ്റേഷനിൽ തിരിച്ചെത്തുവടാ. അപ്പൊ മനസ്സിലാവൂടാ നമ്മളിൽ ആരാ വലിയവനായതെന്ന്. ബെറ്റ് വെക്കുന്നോടാ. ബെറ്റ് വെക്കടാ. നിങ്ങളോ ഞാനാണോ നോക്കാം. വാടാ മുന്നോട്ട്, വാടാ മുന്നോട്ട്. ആണാണെങ്കി ഒന്ന് വാടാ.
ഇവൻ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഈ ദിവസം മറക്കരുതാ.